ടോപ്പിക്കാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് അനലൈസ് ട്രെൻഡ്സ് ഇൻ ഗാർമെൻറ്റ് ഇൻഡസ്ട്രി. ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയാണ് എല്ലാ ഇൻഡസ്ട്രികളിലേക്കാളും ഏറ്റവും ഫാസ്റ്റായിട്ട്, ഏറ്റവും മേ ബി ഒരു വെരി വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഇത്രയധികം ചേഞ്ചസ് വരുന്ന ഒരു ഇൻഡസ്ട്രി വേറെ ഇല്ലെന്ന് തന്നെ പറയാം. മേ ബി മന്ത്ലി, അതേപോലെ ഐ ടി. സോ മന്ത്ലി, 6 months, ഒരു വർഷത്തിലൊരിക്കൽ, ഇങ്ങനെ പല സമയങ്ങളിലായിട്ട് നമ്മുടെ ആൾക്കാരുടെ ടേസ്റ്റുകൾ, ഫാഷൻ ടേസ്റ്റുകൾ, ഫാഷൻ സെൻസ്, ഫാഷൻ ഇൻട്രസ്റ്റ് എല്ലാം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഏത് സംരംഭവും, ഏത് ബിസിനസ് എൻ്റർപ്രൈസ് റിലേറ്റഡ് ടു ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിൽ മസ്റ്റാണ് ദേ ഹാവ് ടു ഡു ഒരു ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ട്രെൻഡ്സിനെ അനാലിസിസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ന്യൂലി എസ്റ്റാബ്ലിഷിംഗ് ഫേം ആണെങ്കിൽ അവർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദേ ഹാവ് ടു ഡു മെനി പ്രൊസീജിയർ, ഇതുപോലത്തെ അനാലിസിസ് നടത്തണം. അതല്ല, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഗാർമെൻറ്റ് കമ്പനികളിൽ, എക്സ്പോർട്ട് ഫേംസിലൊക്കെ തന്നെ അവർ ഈ ഒരു പീരിയോഡിക്കലി ഇവരുടെ ഈ ഒരു അനാലിസിസ് നടത്തിക്കൊണ്ടിരിക്കണം. അനാലിസിസ് നടത്തുമ്പോൾ വേരിയസ് സ്റ്റെപ്സ് ഉണ്ട്. അതിന് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് മാർക്കറ്റ് റിസർച്ച്, ട്രെൻഡ് റിസർച്ച്, research of other influences, and one more thing, fashion forecasting. ഇത്രയും 4 സ്റ്റെപ്പുകളാണ് മെയിനായി ഫാഷൻ ഫോർകാസ്റ്റിംഗ്. ഈ മേജർ 4 സ്റ്റെപ്സ് ആണ് ഈ ഗാർമെന്റ് ഇൻഡസ്ട്രിയിലെ ട്രെൻഡ്സ് അനാലിസിസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ. ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്താണ് മാർക്കറ്റ് റിസർച്ച്? ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് മാർക്കറ്റ് റിസർച്ചിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം. മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പേരിൽ തന്നെ അറിയാം അല്ലേ, മാർക്കറ്റിലുള്ള ട്രെൻഡ്, മാർക്കറ്റിൽ അപ്പോൾ കറൻ്റ്ലി നടക്കുന്നതും ലാസ്റ്റ് ഇയറിൽ നടന്നിട്ടുള്ളതും മേ ബി ഒരു 2 years തൊട്ടിട്ട് ഇങ്ങോട്ട് നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള റിസർച്ചാണ് ആക്ച്വലി മാർക്കറ്റ് റിസർച്ച്. ഈ മാർക്കറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ ബിഫോർ യു സ്റ്റാർട്ട് ഡൂയിങ് എനി മാർക്കറ്റ് റിസർച്ച് അതിൽ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങളുണ്ട്. ആദ്യം, എന്തിനാണ്, വൈ ആർ യു ഡൂയിങ് യുവർ മാർക്കറ്റ് റിസർച്ച്? അതിൻ്റെ ഒരു പേർപ്പസ്, ഡിറ്റർമിൻ ദ പേർപ്പസ് ഓഫ് ദ സ്റ്റഡി. എന്തിനാണ് ഈ മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നത് എന്നുള്ള ഒരു പേർപ്പസ് ഡിസൈഡ് ചെയ്യാം. ദെൻ ലുക്ക് അറ്റ് ദ ഔട്ട്ലുക്ക് ഓഫ് യുവർ ഗാർമെൻറ്റ് ഇൻഡസ്ട്രി. നിങ്ങളുടെ ഗാർമെൻറ്റ് ഇൻഡസ്ട്രിക്ക് ഒരു മിഷൻ ഉണ്ടാവും, വിഷൻ ഉണ്ടാവും. ഓക്കെ, ആൻഡ് അവർ ഏത് കാറ്റഗറിയിലാണ് ഗാർമെൻറ്റ്സ്, ഏത് ടൈപ്പ് ഓഫ് ഗാർമെൻറ്റ്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, മാനുഫാക്ചർ ചെയ്യുന്നത്, ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് ബിസിനസ് ആർ ദേ ഹോൾഡിങ്, ഏത് രീതിയിലാണ്. മേ ബി ഇസ് ഇറ്റ് എ ബുട്ടീക്ക്, അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ട് ഫേം ആണോ, ഇസ് ഇറ്റ് ലൈക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ മാത്രം ഹാൻഡിൽ ചെയ്യുന്നതാണോ, ഇന്റർനാഷണലി ഹാൻഡിൽ ചെയ്യുന്നതാണോ, ഇങ്ങനെ നിങ്ങളുടെ കമ്പനിയുടെ ഔട്ട്ലുക്കും കൂടെ നോക്കേണ്ടത് ബിഫോർ യു go for market research. Then compare with your competitors. അതായത് ഇതിന് ഏത് ഫേമിനും അതിന് ഈക്വലൻ്റ് ആയിട്ടും അതിനേക്കാളും ഹൈ എൻഡിലുള്ള കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിലുണ്ട്. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്, ഐഡൻറ്റിഫൈ ദ കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് കമ്പയർ. ലൈക്ക് അവർക്ക് എന്താണുള്ളത്, നമുക്ക് എന്താണില്ലാത്തത്, നമുക്കുള്ള കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ ഫാഷൻ ട്രെൻഡ്, നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റൈൽ, നമ്മൾ ഫോളോ ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തഡോളജി ഓഫ് മാർക്കറ്റിംഗ്, എവ്രിതിങ്, എല്ലാ ആസ്പെക്ട്സിനും നമ്മൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യേണ്ടതുണ്ട്. So next is like you have to have an additional data. അതായത് നമ്മളിപ്പോൾ ഒരു സീസണിലാണ് യു ആർ ഗോയിങ് ഇൻ ടു ദ മാർക്കറ്റ് ആൻഡ് ഡൂയിങ് ദ റിസർച്ച്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള ആൾക്കാരെ ഒക്കെ നോക്കിയിട്ടായിരിക്കും നിങ്ങൾ പോകുന്നുണ്ടാവുക. നോട്ട് ലൈക്ക് ദാറ്റ്. അതിന് കൂടെ നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ നടന്നിട്ടുള്ള ഫാഷൻ ട്രെൻഡ്സിനെ കുറിച്ചും ലാസ്റ്റ് ഇയറിൽ ഉണ്ടായിട്ടുള്ള ഗാർമെൻറ്റിലുള്ള കുറേ കാര്യങ്ങൾ, റെവല്യൂഷനെ കുറിച്ചൊക്കെ യു ഹാവ് ടു ഡു എ റിസർച്ച്. Then you have to fix a particular target group. Like you cannot go like that and do the survey or do the research. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് ഈസ് ലൈക്ക് വാട്ട് എവർ യു ഹാവ് ഫൗണ്ട്. നിങ്ങൾ എന്ത് അനാലിസിസ് നടത്തിയോ, എന്തൊക്കെ നിങ്ങൾക്ക് ഫൈൻഡിങ്സ് കിട്ടിയിട്ടുണ്ടോ, റിസർച്ചിൽ കിട്ടിയിരിക്കുന്ന ഫൈൻഡിങ്സിലെല്ലാം തന്നെ ആ ഫൈൻഡിങ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഈസ് ലൈക്ക് യുൽ ഗെറ്റ് സം റിപ്പോർട്ട് ലൈക്ക് ദിസ് ഇസ് വാട്ട് ഹാപ്പൻ, ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, ഇങ്ങനെയാണ് നമ്മുടെ ഫേം ഇരിക്കുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓൺ ചെയ്തിട്ടുള്ള ഫേമിൻ്റെ സ്റ്റാറ്റസ് ഇതാണ്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ലൈക്ക് യു ഹാവ് ടു പുട്ട് ഇൻ ടു ദ ആക്ഷൻ. നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ കിട്ടിയിട്ടുള്ള ഫൈൻഡിങ്സ് എല്ലാം നമ്മൾ നെക്സ്റ്റ് ഒരു പ്രൊഡക്ഷനിലേക്ക് പോകുമ്പോൾ,
സീസണൽ ബിസിനസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഫൈൻഡിങ്സ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണം. സോ ദിസ് ഇസ് ഓൾ മാർക്കറ്റ് റിസർച്ച് ഡെസ്ക്. ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് മാർക്കറ്റ് റിസർച്ച് പറഞ്ഞു? ഓൾറെഡി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ട്രെൻഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കാര്യങ്ങളെയും അതിൻ്റെ ഒരു മാർക്കറ്റിലുള്ള ഓൺഗോയിങ്ങും കഴിഞ്ഞതും ഇനി വരാൻ പോകുന്നതൊക്കെ കാര്യങ്ങൾ റിസർച്ച് ചെയ്തത് തന്നെയാണ്. അപ്പോൾ ഇതിന് ചെയ്യുന്നതിന് മുമ്പായിട്ട് 7 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഒന്ന്, ഡിറ്റർമിൻ ദ പേർപ്പസ് ഓഫ് ദ സ്റ്റഡി. നിങ്ങൾ എന്തിനാണ് ആ സർവേ നടത്തുന്നത്, എന്തിനാണ് റിസർച്ച് ചെയ്യുന്നത്, അതിൻ്റെ പേർപ്പസ് ഡിറ്റർമൈൻ ചെയ്യണം. മേ ബി നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഒരു ഡിസൈൻ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈസിങ്ങിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുത്താനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഇംപ്രൂവ് ചെയ്യാനായിരിക്കാം, എന്തോ. അപ്പോൾ അതിന് ഡിറ്റർമിൻ ദ പേർപ്പസ്, എന്തിനാണ് മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാം. നെക്സ്റ്റ് ഇസ് ലൈക്ക് യു ഹാവ് ടു ലുക്ക് ഇൻ ടു ദ ഔട്ട്ലുക്ക് ഓഫ് യുവർ കമ്പനി, ഗവൺമെൻറ് ഇൻഡസ്ട്രി. ലൈക്ക് നിങ്ങളുടെ ഗവൺമെൻറ് ഇൻഡസ്ട്രി എന്താണ് പ്രോജക്റ്റ് ചെയ്യുന്നത്, വാട്ട് ആർ ദേ അപ് ടു, എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് അവർ ചെയ്യുന്നതിനെ പറ്റിയുള്ള അവരുടെ ഡിസൈൻ കളക്ഷൻ, എവറിത്തിങ് നമ്മുടെ സ്വന്തം ഗവൺമെൻറ് ഇൻഡസ്ട്രിയെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ഇസ് ലൈക്ക് യു ഹാവ് ടു സ്റ്റഡി അബൌട്ട് യുവർ കോമ്പറ്റീറ്റേഴ്സ്. നിങ്ങൾക്ക് നിങ്ങളോട് മത്സരിക്കാനുള്ള മറ്റ് ഫേമുകളുണ്ടാവും, മേ ബി സിമിലർ കാറ്റഗറി ഓർ സംതിങ് റിലേറ്റഡ് ടു ഗവൺമെൻറ് ഇൻഡസ്ട്രിയിൽ തന്നെ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. ആ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് പഠിക്കുക, അവരെന്താണ് ചെയ്യുന്നതെന്നൊക്കെ പഠിക്കുക. നെക്സ്റ്റ് ഇസ് ലൈക്ക് യു ഷുഡ് ഹാവ് എ സ്പെസിഫിക് ടാർഗറ്റ് ഗ്രൂപ്പ്. ആരിലേക്ക് പോകുന്നു, ഏത് ഏജ് ഗ്രൂപ്പിലാണ് പോകുന്നത്, ഏത് ജെൻഡറിലേക്കാണ് നിങ്ങൾ പോകുന്നത്, മെയിൽസ് ആണോ, ഫീമെയിൽസിനാണോ, യങ്സ്റ്റേഴ്സിനാണോ, മേ ബി ഓൾഡ് ഏജിലാണോ, കിഡ്സിനാണോ. നിങ്ങളുടെ ടാർഗറ്റ് ഗ്രൂപ്പിൽ നിങ്ങൾ കൃത്യമായി ഫിക്സ് ചെയ്യണം, ഏരിയ വൈസ്, ഏജ് വൈസ്, ജെൻഡർ വൈസ്. നെക്സ്റ്റ് ഇസ് ലൈക്ക് യു ഹാവ് ടു ഹാവ് എൻ അഡീഷണൽ ഡാറ്റ. ആ ഇയറിലുള്ള മാത്രമല്ല, മേ ബി ലാസ്റ്റ് ഇയറിലെ ഇൻഫർമേഷനും വേണമെങ്കിൽ കളക്ട് ചെയ്യാം. നെക്സ്റ്റ് ഇസ് ആഫ്റ്റർ യു ഹാവ് ടു ഡു ലൈക്ക് യു ഗെറ്റ് ഓൾ ദ ഡാറ്റ, എല്ലാ ഇൻഫർമേഷനും കിട്ടും, നിങ്ങൾ എന്ത് ചെയ്യണം, അനാലിസിസ് നടത്തണം, അത് കമ്പയർ ചെയ്യണം, അതിലുള്ളൊരു ഫൈൻഡിങ്സ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ ഫൈൻഡിങ്. ആ ഫൈൻഡിങ് എന്ത് ചെയ്യണം, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ലൈക്ക് യു ഹാവ് ടു പുട്ട് ഓൾ ദ ഫൈൻഡിങ്സ് ഇൻ ടു ആക്ഷൻ. അതിനാണ് മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം തെറ്റിപ്പോയ കാര്യങ്ങളൊക്കെ അടുത്ത വർഷം അത് റെക്ടിഫൈ ചെയ്ത് തിരുത്തി നമ്മൾ എന്ത് ചെയ്യും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മാർക്കറ്റ് റിസർച്ച്. The second one is trend research. Okay, trend research. എന്താണ് ട്രെൻഡ് റിസർച്ച്? ട്രെൻഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡയറക്ഷൻ ഓഫ് ഫാഷൻ, എങ്ങനെയാണ് ഒരു ഫാഷൻ ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്, മേ ബി ആ ഒരു ടൈംലി നമ്മൾ ഒരു ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ട്, വലിയ ഷോർട്ട് സ്പാനിൽ നിൽക്കുന്ന ഒരു ഫാഷനെയാണ് നമ്മൾ, ഒരു സ്റ്റൈലിനെയാണ് നമ്മൾ ട്രെൻഡ് എന്ന് പറയുക. ആൻഡ് മെനി പീപ്പിൾ ആക്സെപ്റ്റ് ദാറ്റ് ട്രെൻഡ്. ഓക്കെ, അപ്പോൾ എനിവേ ഡയറക്ഷൻ, സ്പെഷ്യലി ഗവൺമെൻറ് ഇൻഡസ്ട്രീനെ ഹോൾ എടുക്കുമ്പോൾ നമുക്ക് മുഴുവനായി എടുക്കുമ്പോൾ നമുക്ക് ട്രെൻഡ് എന്ന് പറയുമ്പോൾ ദ ഡയറക്ഷൻ വേർ ദ ഫാഷൻ ഗോസ്, അതിനെയാണ് നമുക്ക് സാധാരണ ട്രെൻഡ് എന്ന് പറയാം. സോ ട്രെൻഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഇതിന് 3 ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. വൺ ഇസ് ജോഗ്രഫിക്കൽ. ട്രെൻഡ് റിസർച്ച് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെയാണ് ജോഗ്രഫിക്കൽ. Then the other one is temporal and third one is intuitive. അപ്പോൾ അതൊന്ന് എഴുതാം. 3 ടൈപ്സിൽ നമുക്ക് ഈ ട്രെൻഡിനെ റിസർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ട്രെൻഡ് റിസർച്ച് ചെയ്യാം. One is geographical. Geographic എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയ, അവരുടെ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ട് കുറേ ആൾക്കാരെ ഗ്രൂപ്പ് ചെയ്ത് അവരുടെ ടേസ്റ്റ്, ഫാഷൻ ടേസ്റ്റ്, അവരെങ്ങനെയാണ് ഗാർമെന്റ്സിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്, സർട്ടൻ ഫാഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നത്, മെജോറിറ്റി ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ട്രെൻഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. ആ ഒരു ഏരിയ ബേസ്ഡ് ആയിട്ട് ജനങ്ങളുടെ, ആൾക്കാരുടെ ഫാഷൻ ടേസ്റ്റ് ഒക്കെ റിസർച്ച് ചെയ്യുന്നതാണ് ജിയോഗ്രഫിക് മെത്തേഡിൽ നോക്കുന്നത്. ദ അതർ വൺ ഈസ് ടെമ്പോറൽ. That is ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡ് മാത്രം ഫിക്സ് ചെയ്യാം, മേ ബി Jan to March or like summer time, spring, winter, ഇങ്ങനെ സീസണിലായിട്ട് ഒരു പർട്ടിക്കുലർ ടൈമിനെ വെച്ചുകൊണ്ട് നമ്മൾ ആ ടൈമിലുള്ള ട്രെൻഡ്സിനെ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ, സോ ദാറ്റ് is another method, temporal. And the other one is intuitive.
ദിസ് ഈസ് ലൈക്ക് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ നമുക്ക് കമ്പയർ ചെയ്യാം, പ്ലസ് അവിടെയുള്ള ആൾക്കാരുടെ ബിഹേവിയർ പാറ്റേൺ. ലൈക്ക് ഒരു ജോഗ്രഫിക്കൽ പ്ലേസിലുള്ള തന്നെ എല്ലാവരുടെയും ടേസ്റ്റ് ഒരുപോലെ ആയിരിക്കില്ല. സോ കൊളാബറേറ്റിംഗ് ലൈക്ക് കൺസിഡറിങ് ദ ബിഹേവിയർ പാറ്റേൺ ആൻഡ് ദ ലൊക്കേഷൻ. അവരുടെ ബിഹേവിയറൽ പാറ്റേണും അവരുടെ സ്വഭാവം, അവരുടെ ടേസ്റ്റ്, അവരുടെ ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ ജോഗ്രഫിക്കൽ ലൊക്കേഷനും ഒക്കെ രണ്ടും കൂടെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ട്രെൻഡ് റിസർച്ച് ചെയ്യാം. സോ ഈ 3 മെത്തേഡാണ് നമുക്ക് ട്രെൻഡ് റിസർച്ച് ചെയ്യുമ്പോൾ സാധാരണ. ആക്ച്വലി ട്രെൻഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ട്രെൻഡ് റിസർച്ച് ചെയ്യുന്നത്? ആക്ച്വലി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഫോർകാസ്റ്റിംഗ്. നമുക്ക് അടുത്ത ഒരു സീസണിലേക്ക് നമ്മൾ ഏത് കളക്ഷനാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, ഏത് കളക്ഷനാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ട്രെൻഡ് റിസർച്ച് ചെയ്യുന്നത്. സോ ദിസ് ഇസ് അഗെയിൻ ആസ് എ ഹോൾ ഒരു ഗാർമെന്റ് ഇൻഡസ്ട്രി നോക്കുമ്പോൾ അവരുടെ ബിസിനസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. ലൈക്ക് ലാസ്റ്റ് ഇയർ റിപ്പീറ്റേഷൻ വരാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ ഇസ് ലൈക്ക് ട്രെൻഡ്. നോർമലി നമ്മൾ എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ ഫാഷൻ ട്രെൻഡ് ആവുന്നത്? നോർമലി സംഭവിക്കാറുള്ളത് ഇതിന്റെ ലോഞ്ചിങ് ഒക്കെ മേ ബി ഒരു ഡിസൈനർ, ഒരു സെലിബ്രിറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേ ബി ഒരു എന്റർടൈൻമെന്റ് ഫീൽഡുള്ള ഫിലിം ഫീൽഡ് ഓർ എനിത്തിങ് സെലിബ്രിറ്റികൾ ആണ് ആദ്യം മിക്കവാറും ഇതിന്റെ ലോഞ്ചിങ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്നാണ് പിന്നീട് പല സിറ്റികളിലേക്കും, മെട്രോപൊളിറ്റൻ സിറ്റികളിലേക്കും ആ ഫാഷൻ എത്തുന്നത്. പിന്നീട് താഴേക്ക് വന്ന് എല്ലാ പിന്നെ മോസ്റ്റ് ഓഫ് ദ സിറ്റീസിലേക്കും എത്തുന്നതൊക്കെ അങ്ങനെയാണ്. ഇങ്ങനെയാണ് ട്രെൻഡ് ലോഞ്ച് ചെയ്യുന്നത് പറഞ്ഞതാണ്. അപ്പൊ നോർമലി ആ ഒരു റിസർച്ച് ചെയ്യുമ്പോഴും നമുക്ക് ആ ഫാക്ടർ കൺസിഡർ ചെയ്യാം. എപ്പോഴാണ് ആ ട്രെൻഡ് ലോഞ്ച് ചെയ്തത്, അതിന്റെ ആ സമയത്തുള്ള ഇമ്പാക്ട് എന്തായിരുന്നു, ആൾക്കാരുടെ ആക്സെപ്റ്റൻസ് എന്തായിരുന്നു, ഒക്കെ നമുക്ക് ട്രെൻഡ് റിസർച്ചിൽ നമുക്ക് നടത്താവുന്നതാണ്. സോ ഓൾ ടുഗെദർ ഇത് ട്രെൻഡ് റിസർച്ച് ചെയ്യുന്നത് നമുക്ക് നെക്സ്റ്റ് സീസണിലേക്കുള്ള നെക്സ്റ്റ് കളക്ഷനിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ട്രെൻഡ് റിസർച്ച് ചെയ്യുക. ഓക്കെ. സോ നോർമലി അത് മാത്രമല്ല, നമുക്ക് ഒരു ഗാർമെന്റ് ഇൻഡസ്ട്രിയുടെ പെർട്ടിക്കുലർ ഗാർമെന്റ് സ്റ്റൈലൊക്കെ നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്യാം. ട്രെൻഡ് റിസർച്ചിന്റെ ബേസിൽ നമുക്ക് ഓരോ സ്റ്റൈലുകൾ നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ട്രെൻഡ് റിസർച്ച്. ട്രെൻഡ് റിസർച്ചിന് മറ്റൊരു കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ വരുന്ന കുറേയധികം ചെയ്യുക. ഇപ്പൊ കറന്റ് നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ട്രെൻഡ് ഇൻ 2020-ലും 2021-ലൊക്കെ ഉള്ള ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റലൈസേഷനും. കാരണം ഡിസൈനൊക്കെ നമുക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ ബോഡി സ്ട്രക്ചർ ഗാർമെന്റ്സിന്റെ ഡിസൈഡ് ചെയ്യാം, കളർ ഫിക്സ് ചെയ്യാം. അതിനൊക്കെ നമുക്ക് സോഫ്റ്റ്വെയർ അവൈലബിൾ ആയി. ദ അതർ വൺ ഈസ് ലൈക്ക് സസ്റ്റൈനബിലിറ്റി, okay, which is related to environmental care. ആൾക്കാർ കുറേ നോക്കാൻ തുടങ്ങി, ഹാൻഡ്ലൂംസിന് കുറേ ഇമ്പോർട്ടൻസ് വന്നു തുടങ്ങി. സോ അങ്ങനെ ഒരു ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ മാറി തുടങ്ങി. അതാണ് നോർമലി ഇപ്പോൾ നടന്ന 2020-ൽ നടന്ന ട്രെൻഡ് റിസർച്ചിന്റെ റിസൾട്ട് അങ്ങനെയാണ്. ഡിജിറ്റലൈസേഷനും സസ്റ്റൈനബിലിറ്റിയാണ് മെജോറിറ്റി ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ട്രെൻഡ് റിസർച്ച്. ഇസ് റിസർച്ച് ഓഫ് other influences. ഏതൊക്കെയാണ് ഈ ഫാഷൻ ട്രെൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുകൂടെ നമ്മൾ റിസർച്ച് ചെയ്യേണ്ടതുണ്ട്. മെനി ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഈ ഒരു പീപ്പിൾ ഓറിയന്റഡ് ആയിട്ട്, കൺസ്യൂമർ ഓറിയന്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ സൈക്കോളജിക്കൽ ഫാക്ടർ, അവരുടെ മൂഡ്, ഇമോഷണൽ സ്റ്റാറ്റസ്, അവരുടെ ഏജ്, അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് എൻ്റയർ കൺട്രിയുടെ എക്കണോമിക് സ്റ്റാറ്റസ്. അതുപോലെ ഇനി അത് പീപ്പിൾ സെൻട്രിക് ആയിട്ട് ഇനി ഓൾ ഓവർ ദ റെഗുലേഷൻ, ഗവൺമെന്റ് റെഗുലേഷൻ നോക്കുകയാണെങ്കിൽ ട്രേഡിങ്ങിൽ വരുന്ന കോംപ്ലിക്കേഷൻ വരാം, ഗവൺമെന്റ് പോളിസീസിലുള്ള ചേഞ്ചസ് വരാം, ഗവൺമെന്റ് റെഗുലേഷൻസിലുള്ള ചേഞ്ചസ് വരാം. ഇതൊക്കെ നമുക്ക് അതിൽ റിസർച്ച് ചെയ്യേണ്ടതുണ്ട്. ട്രെൻഡ് നോക്കുമ്പോൾ, ട്രെൻഡ് റിസർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഇൻഫ്ലുവൻസസും കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്തൊക്കെ ഇൻഫ്ലുവൻസസ് ഉണ്ട് ആക്ച്വലി ഈ റിസർച്ചിൽ തന്നെ ട്രെൻഡിനെ തന്നെ ഡിസൈഡ് ചെയ്യുന്ന ഏതൊക്കെ കാര്യങ്ങൾ ഇൻഫ്ലുവൻസസ് ഉണ്ടെന്നുള്ളത് നമ്മൾ റിസർച്ച് ചെയ്യേണ്ടതുണ്ട്. സോ മെയിൻലി നമ്മൾ നോക്കുമ്പോൾ പീപ്പിൾ സെൻട്രിക് ആയിട്ടാണ് നോക്കേണ്ടത്, ആൾക്കാരിലേക്കാണ് നോക്കുന്നത്. കാരണം കൺസ്യൂമർ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അവരുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ലൊക്കേഷൻ ഉണ്ട്, അവരുടെ എക്കണോമിക് സ്റ്റാറ്റസ് ഉണ്ട്, അവരുടെ സൈക്കോളജിക്കൽ ഫാക്ടർ ഉണ്ട്, അവരുടെ ഏജ് ഗ്രൂപ്പ് ഉണ്ട്, എവറിത്തിങ് റിലേറ്റ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, റിസർച്ച് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് തേർഡ് വൺ ഇസ് ഫാഷൻ ഫോർകാസ്റ്റിംഗ്.
one is fashion forecasting. Fashion forecasting is actually, why are they doing fashion forecasting? Fashion forecasting എന്താണ് ആദ്യം പറയണം, പഠിക്കണം. എന്തിനാണ് ഫാഷൻ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം. സോ ഫാഷൻ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ട്രെൻഡിനെ പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, എന്ത് ഫാഷനാണ്, ഏത് സ്റ്റൈലാണ്, ഏത് കളറാണ് ഹിറ്റ് ആവാൻ പോകുന്നത് എന്ന് അതിനെപ്പറ്റി പ്രെഡിക്റ്റ് ചെയ്യലാണ്. നമ്മൾ ആദ്യമേ പ്രവചിക്കുന്നതിനാണ് ഫാഷൻ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഫോർ ദിസ് ദേ ഹാവ് ടു, എന്തിനാണ് ഫാഷൻ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് നമുക്ക് നെക്സ്റ്റ് സീസണിലേക്കുള്ള, നെക്സ്റ്റ് ഇയറിലേക്കുള്ള കളക്ഷൻസ്, സ്റ്റൈൽ ഓഫ് ഗാർമെന്റ്സ് ഒക്കെ കൊണ്ടുവരാനാണ്. ഏത് കളറിൽ വേണം, ഏത് സ്റ്റൈലിൽ വേണം, ഏത് ക്ലോത്തിൽ വേണം, എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് ഈ ഫാഷൻ ഫോർകാസ്റ്റിങ്ങിലൂടെയാണ്. സോ ഈ ഫാഷൻ ഫോർകാസ്റ്റിംഗ് എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മേ ബി ഒരു 2 years തൊട്ടിട്ട് ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. പാസ്റ്റും സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്, പ്രസന്റും സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. അതിനെ ബേസ് ചെയ്ത് ഒരു പ്രഡിക്ഷനിൽ എത്തുകയാണ്, പ്രവചിക്കുകയാണ്. ഇത് ഇന്ന ട്രെൻഡ് ആയിരിക്കാം നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ മെയിൻലി 2 തരത്തിലുള്ള ഫോർകാസ്റ്റിംഗ് ഉണ്ട്, ഫാഷൻ ഫോർകാസ്റ്റിംഗ് ഉണ്ട്. ദാറ്റ് ഇസ് ലോങ് ടേം ഫാഷൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് ഷോർട്ട് ടേം ഫോർകാസ്റ്റിംഗ്. സോ ദാറ്റ് ഇസ് ആക്ച്വലി ലോങ് ടേം എന്നുള്ള പേരിൽ തന്നെ നമുക്ക്, അതിന്റെ പേരിൽ തന്നെ അറിയാം, ഇറ്റ് ഇസ് ഫോർ എ ലോങ്ങർ പീരിയഡ്. സോ ഒരു 2 വർഷം വരെയൊക്കെ, 2 വർഷത്തേക്കൊക്കെ നിൽക്കുന്ന ഒരു മാക്രോ ഷിഫ്റ്റ്, വലിയ രീതിയിലുള്ള ഒരു ഫാഷൻ ഷിഫ്റ്റിനെയാണ് നമ്മൾ, അങ്ങനെ സംഭവിക്കാൻ പോകുന്നതിനെയാണ് നമ്മൾ സാധാരണ ലോങ് ടേം ഫാഷൻ ഫോർകാസ്റ്റിംഗ് എന്ന് പറയാം. ഫാഷൻ ലോങ് ടേം, അതായത് അതൊരു മേ ബി ഒരു കൾച്ചർ, ഒരു ലൈഫ് സ്റ്റൈൽ വരെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഫാഷനാണ് നമ്മൾ അങ്ങനെ സംഭവിക്കാവുന്നതിനെയാണ് നമ്മൾ ലോങ് ടേം ഫാഷൻ ഫോർകാസ്റ്റിംഗ് എന്ന് പറയാം. അത് 2 years വരെ നിന്നേക്കാവുന്ന ഒരു ട്രെൻഡ്. ഇനി ഒന്ന് ഷോർട്ട് ടേം ഫോർകാസ്റ്റിംഗ് ആണ്. ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ മേ ബി വെരി സീസണലി 2-3 months ഓർ 6 months സീസണൽ പീരിയഡിൽ മാത്രം വൺ മേക്ക് ആവുന്നത്. അത് ബേസിക്കലി സംഭവിക്കുക കളർ അല്ലെങ്കിൽ സ്റ്റൈൽ, ആ ഒരു മെയിൻലി കളറാണ്, കളറും സ്റ്റൈലുമാണ് അത് ഹിറ്റ് ആവുക. സമ്മർ ടൈമിൽ ഒരു സെപ്പറേറ്റ് കളർ ഉണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വൈറ്റ് കളർ കൂടുതൽ ഹിറ്റ് ആയിട്ടുള്ളത്, ഗ്രീൻ ഓർ സംതിങ് ലൈക്ക് ഫ്ലൂറസൻ കളേഴ്സ് ഒക്കെ ഹിറ്റ് ആവാറുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഷോർട്ട് ടേം ഫോർകാസ്റ്റിംഗ്, ഫാഷൻ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ തന്നെ ചെറിയ ഡ്യൂറേഷനിലേക്ക്, സീസണിലേക്ക് വേണ്ടി വരാവുന്ന ഒരു ഫാഷൻ ഷിഫ്റ്റ് ഓർ മൈക്രോ ഷിഫ്റ്റ് എന്ന് പറയാറുണ്ട്. സോ അങ്ങനെ 2 രീതിയിലുണ്ട്. ഇനി ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്, എങ്ങനെയാണ് ഈ ഫാഷൻ ഫോർകാസ്റ്റിംഗ് സാധാരണ ഇൻഡസ്ട്രിയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ഇൻഹൗസ് ആയിട്ട് ഫാഷൻ ഫോർകാസ്റ്റേഴ്സ് ഉണ്ടാവും. പൊതുവെ ഈ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ച് സ്റ്റൈലിസ്റ്റ് ഒക്കെ ആയി വർക്ക് ചെയ്തവർ, അല്ലെങ്കിൽ കളറിസ്റ്റ് ഒക്കെ ആയി വർക്ക് ചെയ്തവരാണ് ഫാഷൻ ഫോർകാസ്റ്റർ ആയിട്ട് തന്നെ ഇരിക്കുക. അത് അവരുടെ ഒരു ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും. അവർ ദേ വിൽ ബി ലൈക്ക് ഇന്റേൺ ഇൻ ഗാർമെന്റ് ഇൻഡസ്ട്രിയിൽ 2-3 years, കുറേ വർഷങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും ഈ ഫാഷൻ ഫോർകാസ്റ്റർ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അവര് ഇൻഹൗസിൽ തന്നെ, ഇൻഹൗസ് ആ ഫാക്ടറിയിൽ ഗാർമെന്റ് ഇൻഡസ്ട്രി തന്നെയുള്ളവർ. മറ്റൊന്നുള്ളത് ഇങ്ങനെ ഒരു ഏജൻസി തന്നെയുണ്ട് ഫോർകാസ്റ്റ് ചെയ്യാനുള്ള, ഫാഷൻ ഫോർകാസ്റ്റിന് ചെയ്യുന്ന പ്രൈവറ്റ് ഏജൻസി തന്നെയുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഗാർമെന്റ് ഇൻഡസ്ട്രിക്ക് അങ്ങനെ ഒരു വർക്ക് കൊടുക്കാം. സോ ദേ വിൽ ടെൽ യു ലൈക്ക്, നിങ്ങൾ ഈ സീസൺ, നെക്സ്റ്റ് സീസൺ ഇതാണ് ട്രെൻഡ് ആവുന്നത്, സോ യു ക്യാൻ ഡു ദിസ്, നിങ്ങൾക്ക് ഇത് ചെയ്യാമെന്നൊക്കെയുള്ള. മറ്റൊന്നുള്ളത് യു ക്യാൻ വാച്ച്, ചില ആൾക്കാരുടെ ഫാഷൻ ബ്ലോഗ്സ് കാണാം, ബ്ലോഗുകൾ കാണാം. മറ്റൊന്ന്, നമുക്ക് ഫാഷൻ ഷോയ്ക്ക് പോവാം. ഫാഷൻ ഷോയ്ക്ക് പോയിട്ട് അവിടെയുള്ള ട്രെൻഡുകൾ, അവിടുത്തെ കളക്ഷനൊക്കെ നോക്കാം. മറ്റൊന്ന് സെലിബ്രിറ്റികളെ ഒബ്സർവ് ചെയ്യാം. എപ്പോഴും സെലിബ്രിറ്റികളെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നിൽക്കാം. അതുപോലെ ഇതൊക്കെയാണ് വേരിയസ് മെത്തേഡ്സ് ഹൗ ടു ഡു എ ഫാഷൻ ഫോർകാസ്റ്റിംഗ് എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദീസ് 4 points. നമ്മൾ ഓരോ പോയിന്റ്സ് ഡിസ്കസ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഈ നമ്മൾ എങ്ങനെയാണ് ഈ ഗാർമെന്റ് ഇൻഡസ്ട്രിയിലെ ട്രെൻഡ്സ് അനലൈസ് ചെയ്യാന്നായിരുന്നു പറഞ്ഞത്. അതിൽ ആദ്യത്തെ ഈ ട്രെൻഡ്സിനെ എങ്ങനെ കണ്ടക്ട് ചെയ്യാന്നുള്ളതിന്റെ പോയിന്റ് ആണ്, എങ്ങനെയാണ് റിസർച്ചസ് കണ്ടക്ട് ചെയ്യാന്നുള്ളതിന്റെ പോയിന്റ് ആണ് ഈ 3 കാര്യങ്ങൾ: മാർക്കറ്റ് റിസർച്ച്, ട്രെൻഡ്സ് റിസർച്ച്, റിസർച്ച് ഓഫ് their other influences. And then next was like second stage. This is the first one, conduct of the analyze trends in garment. ഇതിന്റെ conduct of research ലാണ് 3 സ്റ്റെപ്പ് വരുന്നത്. ഇനി രണ്ടാമതാണ് ഫാഷൻ ഫോർകാസ്റ്റിംഗ്. ഫാഷൻ ഫോർകാസ്റ്റിംഗ് വന്നത്. നെക്സ്റ്റ് ഇസ് അടുത്തതാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്. ഇനി ഈ ഫാഷൻ ഫോർകാസ്റ്റിംഗിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്
അതിനെയാണ് ഒരു അടുത്ത സ്റ്റെപ്പ്. Factors influencing fashion forecasting. Factors influencing fashion forecasting. In that, the first one, ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ എല്ലാ ഒരു കൺസോളിഡേറ്റഡ് കാര്യങ്ങൾ തന്നെയാണ് ഈ ഫാക്ടേഴ്സിലും നമ്മൾ പറയാം. മെയിൻ തിങ് ഈസ് ലൈക്ക് നമുക്ക് ഇതിന്റെ എങ്ങനെയാണ് നമ്മൾ ഈ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ളത്. ഈ ഫാഷൻ ഫോർകാസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയേഴ്സിലുള്ള ഡാറ്റ അനാലിസിസ് നടത്താം, പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിലുള്ള ട്രെൻഡ് റിസർച്ച് ചെയ്യാം, മാർക്കറ്റ് റിസർച്ച് ചെയ്യാം, കോമ്പറ്റീറ്റർ സ്റ്റഡി നടത്തുക. Then next one is like other influences in research. ഇതൊക്കെ തന്നെ നമുക്ക് ഈ ഫാക്ടേഴ്സിൽ വരും. ഓക്കെ, ഫാഷൻ ഫോർകാസ്റ്റിംഗിന്റെ ഫാക്ടേഴ്സിൽ വരും. പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണുള്ളത്. മേ ബി അതിലുള്ള വെരി ഫാസ്റ്റ് മൂവിങ് ട്രെൻഡ്സും ആൾക്കാരുടെ ജോഗ്രഫിക്കൽ ഏരിയ, ദ സെയിം തിങ് എക്കണോമിക് സ്റ്റാറ്റസ്, ലൈക്ക് സംടൈംസ് ദ ഫാസ്റ്റ് ചേഞ്ചിങ് ലൈക്ക് ഓഫ് എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ നാഷൻ, അങ്ങനെ വരാം. സോ ഇതൊക്കെ തന്നെ ഫാക്ടേഴ്സ് ആണ് ഫാഷൻ ഫോർകാസ്റ്റ് ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് എന്നുള്ള ഫാക്ടറാണ്. സോ ടു നോ ദിസ് യു ഹാവ് ടു ഡു എ മാർക്കറ്റ് റിസർച്ച്, യു ഹാവ് ടു ഡു എ ട്രെൻഡ് റിസർച്ച്, ആൻഡ് യു ഹാവ് ടു അനലൈസ് ദ ഡാറ്റ ലൈക്ക് പ്രീവിയസ് ഇയേഴ്സിൽ എടുത്തിട്ട് ഈ വർഷത്തെ എടുത്ത് അനാലിസിസ് ചെയ്യേണ്ടി വരും. കാരണം ഇതൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള അടുത്ത സീസണിലേക്കുള്ള സ്റ്റൈലും ട്രെൻഡും സ്റ്റൈലും ഒക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. So that is all about analyze trends in garment industry, and the entire garment industry depends, the business movement depends based on this analysis. And how we are doing analysis, എന്നിട്ട് ഇതൊക്കെ എങ്ങനെയാണ് ആക്ഷനിലേക്ക് വരുന്നത്. So thank you all.